നമ്മുടെ അറിവിൽ ദുഷ്ടതയുടെ പര്യായം മാത്രമാണല്ലോ കൗരവരുടെ അമ്മാവനായ ശകുനി. എന്നാൽ അയാളും ഒരു മനുഷ്യനല്ലേ? അയാൾക്കും ഉണ്ടാകില്ലേ ഒരു മാനുഷിക മുഖം? തീർച്ചയായും ഉണ്ട്. പക്ഷെ എത്ര പേർക്ക് അതറിയാം? എങ്ങനെയാണ് ശകുനിക്ക് മുടന്തുണ്ടായത്? ശകുനിക്ക് പാണ്ഡവരോടുള്ള ഈ തീർത്താൽ തീരാത്ത വിരോധത്തിന് കാരണമെന്ത്? ഭീമസേനന് ഹിഡുംബി എന്ന രാക്ഷസിയിൽ പിറന്ന മകനായ ഘടോൽകജന്റെ ഭാര്യ ആരായിരുന്നു? ഘടോൽകജന്റെ മകന്റെ പേരെന്ത്? കുരുക്ഷേത്ര യുദ്ധത്തിൽ ഘടോൽകജന്റെ മകന്റെ പങ്ക് എന്തായിരുന്നു? ത്രികർത്തനും ഭീമസേനനും തമ്മിൽ യുദ്ധം ചെയ്തത് എന്തിനായിരുന്നു? ശന്തനുവിന്റെ പിതാവിന്റെ കഥ എന്താണ്? യുധിഷ്ഠിരന്റെ പുത്രൻ ആരാണ്? കൃതവർമാവ് എങ്ങനെയാണ് കൗരവപക്ഷത്തെത്തിയത്? അപ്സരസായിരുന്ന അദ്രിക എങ്ങനെയാണ് മത്സ്യമായത്? ഇങ്ങനെ നൂറുകണക്കിന് ആരും ആലോചിക്കാത്ത കാര്യങ്ങളുണ്ട് മഹാഭാരതത്തിൽ. അതൊക്കെ തന്നെയും രസകരങ്ങളായ കഥകളാണ്. മഹാഭാരതം പേരുപോലെ തന്നെ വിസ്തൃതമാണ് നമ്മുടെ ഈ ഇതിഹാസം. വർണ്ണനയ്ക്കതീതമായ അത്ഭുതമാണ് വ്യാസൻ ഈ കൃതിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. വായിച്ചാലും വായിച്ചാലും തീരാത്ത അത്രയും കഥകൾ. അതിൽ മനുഷ്യരുടെ കഥകളുണ്ട്, മൃഗങ്ങളുടെ കഥകളുണ്ട്, പക്ഷികളുടെ, ഉരകങ്ങളുടെ, എന്തിന് വൃക്ഷത്തിന്റെയും നദിയുടെയും സമുദ്രത്തിന്റെയും പർവ്വതത്തിന്റെയും ഒക്കെ നിരവധി കഥകളുണ്ട്. നദിയുടെയും പർവ്വതത്തിന്റെയും പ്രണയകഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രണയകഥ മഹാഭാരതത്തിലുണ്ട്. നദിയെ പ്രണയിച്ച ആ പർവ്വതം ഏതായിരുന്നു? നദിക്കും പർവ്വതത്തിനും ജനിച്ച കുട്ടികൾ ആരൊക്കെയായിരുന്നു? കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നില്ലേ? ഈ കൗതുകം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇതുപോലുള്ള കൗതുകങ്ങളുടെയും അതിശയങ്ങളുടെയും ഒരു ഘോഷയാത്രയാണ് മഹാഭാരതത്തിലെ അറിയാ കഥകൾ എന്ന ഈ പരമ്പരയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. നപുംസകമായ ശിഖണ്ഡി ആരെയാണ് വിവാഹം കഴിച്ചത്? ശിഖണ്ഡിയുടെ പുത്രൻ ആരാണ്? നാഗകന്യകയായ ഉലൂപി എങ്ങനെയാണ് അർജുനന്റെ പത്നിയായത്? മഹാഭാരതത്തിൽ ഡുണ്ടുബം എന്ന സർപ്പം എന്താണ് ചെയ്തത്? പ്രദീപൻ ആരുടെ പുത്രനാണ്? മുജ്ജന്മത്തിൽ ഭീഷ്മർ ആരായിരുന്നു? ഈ പറഞ്ഞ പല കഥാപാത്രങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ അവരെക്കുറിച്ചുള്ള കഥകൾ അറിയണമെന്നില്ല. നമുക്കറിയാവുന്നത് ഒട്ടുമിക്കതും പ്രധാന കഥകളാണ്. എന്നാൽ ആയിരക്കണക്കിന് രസകരങ്ങളായ ഉപകഥകളും കഥാപാത്രങ്ങളും മഹാഭാരതത്തിലുണ്ട്. വാസ്തവത്തിൽ അവ കൂടി അറിയുമ്പോഴേ മഹാഭാരതത്തിന്റെ പ്രധാന കഥ പൂർണ്ണമാകൂ. എത്ര ഓർമ്മശക്തിയുള്ള ആൾക്കും ഓർമ്മിക്കാനോ മനസ്സിൽ ഉൾക്കൊള്ളാനോ ആവാത്ത അത്രയും കഥാപാത്രങ്ങൾ ഈ കഥകളുടെ ഉള്ളറകളിൽ ഇനിയുമുണ്ട്. നാം അറിയുന്ന ദ്രൗപദിയും കുന്തിയും ഗാന്ധാരിയും കൂടാതെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര സ്ത്രീ കഥാപാത്രങ്ങൾ. അഖിലാവതി, നളായണി, ശീലാവതി, സുകന്യ, സുദേഷ്ണ, രേവതി, ഭാനുമതി, ഉഷ, മാധവി, വപുഷ്ടമ, ദേവിക, വിജയ, സുതാനു, മിത്രവിന്ദ, നഗ്നജിതി, ചാരുഹാസിനി, ഭദ്രബലന്ധര, വൃഷാലി, പ്രഭാവതി, ഇങ്ങനെ നൂറുകണക്കിന് സ്ത്രീ കഥാപാത്രങ്ങൾ. ഇവരുടെ മനോഹരങ്ങളായ കഥകൾ. നമ്മളൊക്കെ മഹാഭാരതത്തെ അറിഞ്ഞത് എത്ര നിസ്സാരമാണെന്ന് ഈ പരമ്പര നിങ്ങൾക്ക് ബോധ്യമാക്കി തരും. അറിഞ്ഞതിലും കൂടുതലാണ് അറിയാനുള്ളത് എന്നിപ്പോൾ തോന്നുന്നില്ലേ? ആയിരക്കണക്കിന് സന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ. ആരും വെറുതെ ഇടയ്ക്ക് വന്നു പോകുന്നവരല്ല. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ സമസ്ത വശങ്ങളും ഭാവങ്ങളും അത്യന്തം വിശദമായി വ്യാസൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കായി പറയുന്ന ഒരു പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. മഹാഭാരതത്തിലെ അറിയാ കഥകൾ. അറിയാ കഥകളുടെ മായാലോകത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ശകുനി മുടന്തനായ കഥ. ശകുനി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ദേഷ്യം വരുമല്ലേ? ദുഷ്ടനായ, കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരെ നാടുകടത്തിയ ശകുനിയെ മാത്രമേ നമുക്കറിയൂ. ശകുനി എങ്ങനെ ദുഷ്ടനായി, മുടന്തനായി എന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കരളലിയിപ്പിക്കുന്ന, കണ്ണീരിന്റെ നനവുള്ള ഒരു കഥ. ആ കഥയെന്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? ശകുനിയുടെ പ്രതികാരത്തിന്റെ കഥ കൂടിയാണത്. ഗാന്ധാര രാജ്യത്തെ മഹാരാജാവായിരുന്നു സുബലൻ. അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു ശകുനി. പുത്രന്മാരെ കൂടാതെ ഗാന്ധാരി എന്ന ഏകപുത്രിയും സുബലൻ ഉണ്ടായിരുന്നു. ഇളയ പുത്രനായിരുന്ന ശകുനിയോടായിരുന്നു സുബലൻ ഏറ്റവും ഇഷ്ടം. ശകുനി ബുദ്ധിമാനും ശിവഭക്തനുമായിരുന്നു.
സഹോദരിയായ ഗാന്ധാരിയെ ശകുനി ഏറെ സ്നേഹിച്ചു. എപ്പോഴും ശകുനി അവൾക്കൊപ്പം ഉണ്ടാവും. തന്റെ കാര്യങ്ങൾക്കപ്പുറം സഹോദരി ഗാന്ധാരിയുടെ ഇഷ്ടങ്ങൾക്കാണ് അവൻ പ്രാധാന്യം നൽകിയത്. അവളുടെ ഏതാഗ്രഹവും ശകുനി സാധിച്ചു കൊടുക്കും. അവളുടെ സുഖത്തിനും സന്തോഷത്തിനും അപ്പുറം അവന് മറ്റൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ ആഹ്ലാദ നാളുകൾ അവരുടെ ജീവിതത്തിൽ അധികകാലം ഉണ്ടായില്ല. ഗാന്ധാരി ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയായിരുന്നു അത്രേ. അതുകൊണ്ട് അവളുടെ വിവാഹത്തിന് പല തടസ്സങ്ങളും ഉണ്ടാകുമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു. മാത്രവുമല്ല, വിവാഹം കഴിഞ്ഞാൽ താമസിയാതെ ഗാന്ധാരിയുടെ ഭർത്താവ് മരണപ്പെട്ട് അവൾ വിധവയായിത്തീരും. ഇത് സുബലന്റെയും മക്കളുടെയും മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിച്ചു. ഗാന്ധാരിക്ക് വിവാഹപ്രായമായി. അതിസുന്ദരിയായ അവൾക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. പക്ഷേ വൈധവ്യയോഗമുള്ള പെൺകുട്ടിയുടെ വിവാഹം എങ്ങനെ നടത്തും? ഏകപുത്രിയുടെ ഈ അവസ്ഥയിൽ സുബലനും പുത്രന്മാരും ദുഃഖിതരായി. ഗാന്ധാരിയുടെ ജാതകദോഷം ഒഴിവാക്കാൻ എന്താണ് മാർഗമെന്നവർ ചിന്തിച്ചു. അറിവുള്ള ജ്യോത്സ്യന്മാരോടും മുനിമാരോടും പരിഹാരം നിർദ്ദേശിക്കാമെന്നവർ തീരുമാനിച്ചു. സുബലന്റെ നിർദ്ദേശപ്രകാരം കൊട്ടാരത്തിൽ ജ്യോത്സ്യന്മാരും പുരോഹിതന്മാരും എത്തി. ഗാന്ധാരിയുടെ ദോഷത്തിന് പരിഹാരമെന്തെന്നവർ ആലോചിച്ചു. ഇങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കാൻ കുംഭവിവാഹം എന്നൊരു പ്രതിവിധിയുണ്ടെന്നവർ പറഞ്ഞു. ഗാന്ധാരിക്ക് കുംഭവിവാഹം ആദ്യം നടത്തുന്നത് ഉചിതമാണെന്നവർ വിധിച്ചു. ജാതകദോഷമുള്ളവർക്ക് വാഴയോ ആൽമരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബലിമൃഗവുമായോ വിവാഹം നടത്തുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. ഇതിനെയാണ് കുംഭവിവാഹം എന്ന് പറഞ്ഞിരുന്നത്. ഗാന്ധാരിയുടെ ജാതകദോഷം മാറ്റാൻ പ്രശ്നപരിഹാരമായി കുംഭവിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. അതിനുള്ള ദിവസവും മുഹൂർത്തവും തീരുമാനിക്കപ്പെട്ടു. വിവാഹ ദിവസം ഗാന്ധാരിയെ വധുവായി അണിയിച്ചൊരുക്കി. ഒരു മുട്ടനാടിനെ വരനായി കൊണ്ടുവന്നു. ആട് വരന്റെയും ഗാന്ധാരി വധുവിന്റെയും സ്ഥാനത്ത് നിന്നു. പുരോഹിതന്മാർ വിവാഹമന്ത്രങ്ങൾ ചൊല്ലി. അവരുടെ നിർദ്ദേശപ്രകാരം ഗാന്ധാരി ആടിന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി. അങ്ങനെ ഗാന്ധാരിയുടെ ആദ്യ വിവാഹം ആടുമായി നടന്നു. പിന്നീട് ഗാന്ധാരിയുടെ ഭർത്തൃദോഷം മാറാനായി ആടിനെ ബലി കഴിച്ചു. അങ്ങനെ ഗാന്ധാരി ആടിന്റെ വിധവയായി. വിവാഹത്തെ തുടർന്ന് ജാതകദോഷപ്രകാരം ഭർത്താവ് മരിക്കുമെന്ന ദോഷവും അങ്ങനെ മാറിക്കിട്ടി. ഗാന്ധാരിയെക്കുറിച്ചും അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും കേട്ടറിഞ്ഞ പല രാജ്യത്തെ രാജകുമാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. തുടർന്ന് ഗാന്ധാരിക്ക് പല വിവാഹാലോചനകളും വന്നു. അവരിൽ ഏറ്റവും ശക്തരായവരും സ്വാധീനമുള്ളവരുമായ കുരുരാജവംശത്തിന്റെ ആലോചനയും ഉണ്ടായിരുന്നു. ഹസ്തിനപുരി രാജാവായ ധൃതരാഷ്ട്ര രാജാവിന് വേണ്ടിയാണ് ഭീഷ്മർ വിവാഹാലോചന കൊണ്ടുവന്നത്. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു എന്നത് മാത്രമായിരുന്നു ഏക പ്രശ്നം. അന്ധനായ ഒരാൾക്ക് തങ്ങളുടെ ഏക സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനെ ശകുനി ശക്തമായി എതിർത്തു. എന്നാൽ ഏറ്റവും കരുത്തരായ കുരുവംശത്തിലെ ഭീഷ്മരെ ധിക്കരിക്കാൻ സുബലൻ ഭയന്നു. ഭീഷ്മരുടെ വാക്കുകൾ നിരസിക്കുന്നത് തങ്ങളുടെയും രാജ്യത്തിന്റെയും നില അപകടത്തിലാക്കുമെന്ന് സുബലൻ അറിയാമായിരുന്നു. കൂടാതെ സ്വതവേ ദുർബലമായ ഗാന്ധാരം കുരുവംശവുമായുള്ള ബന്ധുബലത്താൽ ശക്തമാകുമെന്നും പിന്നീട് ശത്രുരാജ്യങ്ങൾ ഗാന്ധാരത്തെ ആക്രമിക്കാൻ ഭയപ്പെടുമെന്നും സുബലൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ശകുനിയുടെ എതിർപ്പ് വകവയ്ക്കാതെ ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സുബലൻ സമ്മതിച്ചു. ഗാന്ധാരിയുടെ വിവാഹം വളരെ ആർഭാടത്തോടെ നടന്നു. വിവാഹാനന്തരം ഗാന്ധാരി ഹസ്തിനപുരത്തിലെത്തി. തന്റെ പതിക്കില്ലാത്ത കാഴ്ച തനിക്കും വേണ്ടെന്ന് പറഞ്ഞ് പതിവ്രതയായ അവൾ തന്റെ കാഴ്ച മറച്ചു. ധൃതരാഷ്ട്രരുമായി ഗാന്ധാരിയുടെ വിവാഹം നടന്ന കുറച്ച് നാളുകൾക്ക് ശേഷം തന്റെ ധർമ്മപത്നി വിധവയാണെന്ന് ധൃതരാഷ്ട്രർ അറിഞ്ഞു. ഇത് കേട്ടതോടുകൂടി സ്വതവേ അന്ധനായിരുന്ന അദ്ദേഹം കോപാകുലനായി. എല്ലാവരും കൂടി അന്ധനായ തന്നെ ഒരു വിധവയുടെ ഭർത്താവാക്കിയെന്ന് അദ്ദേഹം പരിതപിച്ചു. ഗാന്ധാരിയുടെ മുൻവിവാഹത്തിന്റെ കഥ മറച്ചുപിടിച്ച ഭീഷ്മരോട് ധൃതരാഷ്ട്രർ പരാതി പറഞ്ഞു. സുബലനും മക്കളും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ പാണ്ഡുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഭീഷ്മരും പാണ്ഡുവും ചേർന്ന് ഗാന്ധാരത്തേക്ക് പട നയിച്ചു. അവർ ഗാന്ധാരത്തെ ആക്രമിച്ച് തോൽപ്പിക്കുകയും സുബലന്റെ കുടുംബത്തിലുണ്ടായിരുന്ന പുരുഷ പ്രജകളെയെല്ലാം വധിക്കുകയും ചെയ്തു.
സുബലനെയും ശകുനിയെയും മറ്റ് സഹോദരന്മാരെയും പാണ്ഡു ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. രാജ്യദ്രോഹ കുറ്റത്തിന് അവർ തുറങ്കിൽ കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടു. അവരുടെ കുടുംബത്തെ മുഴുവൻ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം പാണ്ഡു പീഡിപ്പിച്ചു. ഒരു ദിവസത്തെ ആഹാരമായി അവർക്കെല്ലാവർക്കും കൂടി കൊടുത്തിരുന്നത് ഒരു പിടി മലരായിരുന്നു. അതാകട്ടെ ഒരാൾക്കൊരു നേരത്തേക്ക് പോലും തികയില്ലായിരുന്നു. ഈ ഒരു പിടി മലരുകൊണ്ട് തങ്ങൾ അധിക ദിവസം ജീവിക്കില്ലെന്ന് സുബലൻ അറിയാമായിരുന്നു. ബുദ്ധിമാനും അഭിമാനിയുമായിരുന്ന സുബലന് ഭീഷ്മരോടും പാണ്ഡുവിനോടും പകയായി. അവരോട് പ്രതികാരം ചെയ്യണമെന്ന് സുബലൻ തീരുമാനിച്ചു. കാരാഗൃഹത്തിൽ കിടക്കുന്ന താൻ എങ്ങനെ പ്രതികാരം ചെയ്യും? അതും അതിശക്തനായ ഭീഷ്മരോടും രാജ്യം ഭരിക്കുന്ന പാണ്ഡുവിനോടും? സുബലൻ ആലോചിച്ചു. താൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് സുബലൻ ഉറപ്പായിരുന്നു. എല്ലാവരെയും കാരാഗൃഹത്തിൽ പട്ടിണി കിടത്തി കൊല്ലാനാണ് ഭീഷ്മരുടെയും പാണ്ഡുവിന്റെയും തീരുമാനം. പ്രതികാരം ചെയ്യണമെങ്കിൽ തങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കണം. അതിനുള്ള വഴി കണ്ടെത്തണം. സുബലൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. സുബലൻ മക്കളെ വിളിച്ച് തന്റെ അടുത്തിരുത്തി. മക്കളെ, ഭീഷ്മരും പാണ്ഡുവും നമ്മോട് ചെയ്തത് തികഞ്ഞ അനീതിയാണ്. പിതാവെന്ന നിലയിൽ മകളോട് ചെയ്യേണ്ട കടമയാണ് ഞാൻ ചെയ്തത്. അതും മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി. ദോഷം തീരാൻ ഒരാടുമായാണ് ഗാന്ധാരിയുടെ വിവാഹം നടത്തിയത്. നമുക്കിതൊക്കെ അവരെ അറിയിക്കാമായിരുന്നു. പക്ഷെ നാം അത് ചെയ്തില്ല. അവരിൽ നിന്നും നാം ഇത് മറച്ചു വെച്ചു. ദോഷം തീർന്നു, ഇനി അതിൽ കഴമ്പില്ലല്ലോ എന്ന് കരുതിയാണ് അതവരോട് പറയാതിരുന്നത്. നമ്മുടെ മകൾ ഇപ്പോഴും കുരുവംശത്തിലെ രാജ്ഞിയാണ്. അതോർത്തെങ്കിലും അവർക്ക് നമ്മുടെ ഈ തെറ്റ് ക്ഷമിക്കാമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. മകളുടെ ഭാവിയെ സംബന്ധിക്കുന്ന ദോഷങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അത് ഒരു പിതാവെന്ന നിലയിൽ, നമ്മുടെയും സഹോദരങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെയും കടമയും കർത്തവ്യവുമാണ്. നമ്മളെല്ലാവരും താമസിയാതെ പട്ടിണി കിടന്ന് മരിക്കും. നമ്മുടെ മരണം അവരെ സംബന്ധിച്ച് നിസ്സാരമാണ്. അവരെ അങ്ങനെ വിജയിക്കാൻ വിട്ടുകൂടാ. ഭീഷ്മരോടും പാണ്ഡുവിനോടും നമുക്ക് പ്രതികാരം ചെയ്യണം. അതിന് നമ്മിൽ ഒരാൾ ജീവിച്ചിരിക്കണം. സുബലൻ ഒന്ന് നിർത്തി. അദ്ദേഹം വല്ലാതെ കിതച്ചു. പിതാവ് എന്താണോ പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ മക്കൾ പരസ്പരം നോക്കി. അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു സൂചിയുടെ കുഴയിലൂടെ നൂൽ കടത്താനായി സുബലൻ മക്കളോട് ആവശ്യപ്പെട്ടു. ശകുനിക്കൊഴികെ മറ്റാർക്കും അതിന് കഴിഞ്ഞില്ല. ബുദ്ധിമാനായ ശകുനി ഒരു അരിമണി നൂലിൽ കെട്ടി അതൊരു ഉറുമ്പിന് തിന്നാൻ കൊടുത്ത് ഉറുമ്പിനെ സൂചിക്കുഴയിലൂടെ കടത്തി നൂൽ കോർത്തു. നിങ്ങളിൽ ഏറ്റവും ഇളയവനും ബുദ്ധിമാനും ശകുനിയാണ്. കൂർമ്മ ബുദ്ധിയാണവന്. നമുക്ക് വേണ്ടി അവൻ പ്രതികാരം ചെയ്യണം. അതിന് ശകുനി ജീവിച്ചിരിക്കണം. ശകുനിയുടെ ജീവന് വേണ്ടി നിങ്ങൾ ഒരു ത്യാഗം ചെയ്യണം. ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ആഹാരം മുഴുവനും ശകുനിക്ക് കൊടുക്കണം. ഇനിയുള്ള ഓരോ ദിനവും നമ്മൾ പട്ടിണി കിടക്കണം. അങ്ങനെ നമ്മുടെ ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് ശകുനിയുടെ ജീവൻ നിലനിർത്തണം. സുബലൻ വേദനയോടെ പറഞ്ഞു. പിതാവിന്റെ വാക്കുകൾ മക്കൾ എല്ലാവരും സമ്മതിച്ചു. അന്നു മുതൽ അവർ തങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം ശകുനിക്ക് കൊടുത്തു. സുബലനും ശകുനിയുടെ മറ്റ് സഹോദരന്മാരും പട്ടിണി കിടന്നു. താൻ ഉടനെ തന്നെ മരിക്കുമെന്ന് സുബലന് തീർച്ചയായി. മരിക്കുന്നതിന് മുൻപ് സുബലനും ബന്ധുക്കളും അനുഭവിച്ച കഷ്ടപ്പാടുകളും അപമാനവും ഒരിക്കലും മറക്കാതിരിക്കാൻ ശകുനിയുടെ ഇടതുകാലിന്റെ പെരുവിരൽ കയ്യിലുണ്ടായിരുന്ന ദണ്ടുകൊണ്ട് സുബലൻ ഇടിച്ചു പൊട്ടിച്ചു. വേദന കൊണ്ട് ശകുനി പിടഞ്ഞു. മകനെ,
നീ നിന്റെ പ്രതികാര ചിന്ത മറക്കാതിരിക്കാനാണ് ഞാനിത് ചെയ്തത്. നിന്റെ ഓരോ ചുവടിലും അവർ നമ്മോട് ചെയ്തതൊക്കെ നീ ഓർക്കണം. പ്രതികാര ചിന്ത കൊണ്ട് നിന്റെ മനസ്സ് തിളച്ചു മറിയണം. സുബലൻ പറഞ്ഞു. അങ്ങനെയാണ് ശകുനി മുടന്തനായി മാറിയത്. താമസിയാതെ സുബലൻ അവശനായി. അദ്ദേഹം ശകുനിയെ അരികിൽ വിളിച്ചിരുത്തി. മകനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ നട്ടിലിൽ കശേരുക്കളെടുത്ത് പകിടകൾ ഉണ്ടാക്കണം. ആ പകിടകൾ ഉപയോഗിച്ച് കളിക്കുമ്പോൾ എന്റെ ആത്മാവ് അതിലാവേശിക്കും. ഞാൻ കളി നിനക്ക് അനുകൂലമാക്കും. പിന്നെ ആർക്കും ഒരിക്കലും നിന്നെ തോൽപ്പിക്കാനാവില്ല. സുബലൻ ശകുനിയോട് വെളിപ്പെടുത്തി. സുബലന്റെ മക്കൾ ഓരോരുത്തരായി മരിച്ചു. മക്കൾ പട്ടിണിയാൽ മരണപ്പെട്ടുകൊണ്ടിരുന്നത് ഹൃദയം തകരുന്ന വേദനയോടെ നോക്കി നിൽക്കാനേ നിസ്സഹായനായ ആ പിതാവിന് കഴിഞ്ഞു. ഒടുവിൽ തന്റെ അന്ത്യവും ആസന്നമായി എന്നുറപ്പായപ്പോൾ അദ്ദേഹം ഭീഷ്മരോട് തന്റെ അന്ത്യാഭിലാഷം എന്ന നിലയിൽ ശകുനിയെ സംരക്ഷിക്കാനായി അപേക്ഷിച്ചു. പകരമായി ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരെ ശകുനി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വാക്കും നൽകി. അത് സമ്മതിച്ച ഭീഷ്മർ ശകുനിയെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനാക്കി. പക്ഷേ ശകുനിയുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ജ്വലിച്ചു നിന്നിരുന്നത് ഭീഷ്മരുടെയും പാണ്ഡവരുടെയും നാശം കാണാനുള്ള പ്രതികാരാഗ്നി മാത്രമായിരുന്നു. പിതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ എല്ലുകൾ കൊണ്ട് ശകുനി പകിടകൾ ഉണ്ടാക്കി. പിതാവിന്റെയും സഹോദരങ്ങളുടെയും അനുഗ്രഹാശിസുകളും തന്റെ ഒടുങ്ങാത്ത പകയും കൊണ്ട് തന്റെ മനസ്സിനൊപ്പം തിരിയാൻ പാകപ്പെടുത്തിയെടുത്ത ആ പകിടകളാണ് പാണ്ഡവരെ പരാജിതരാക്കാൻ ശകുനി ഉപയോഗിച്ചത്. ശിഖണ്ഡിയുടെ പത്നി